നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ എനിക്ക് നോമ്പെടുക്കണം എന്നെൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ പലരും അങ്ങനെയാണ് നിയ്യത്ത് വെക്കാറുള്ളത്. നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറബിയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങോട്ട് പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. 9 റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു നോമ്പിന് പോലും ഇങ്ങനെ ഒരു നിയ്യത്ത് വെച്ചതായിട്ട് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല, ദഈഫായിട്ട് പോലും ഇല്ല. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടനങ്ങുന്ന കാര്യങ്ങൾ പോലും നോക്കിയിരുന്നു എന്നാണ്. എത്രത്തോളം ളുഹറിന്റെയും അസ്റിന്റെയും നിസ്കാരത്തിൽ ശബ്ദത്തിൽ ഓതുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട താടി ഇങ്ങനെ അനങ്ങുന്നത് നോക്കിയിട്ട് സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഇത്ര ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തക്ബീർ പറഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അല്പനേരം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, എന്താണ് അവിടെ ചൊല്ലുന്നത് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം. അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ തുടങ്ങുന്ന കാര്യം. അത് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലനവും അതുപോലെ തന്നെ അനക്കങ്ങളും അവിടുത്തെ മിണ്ടാതിരിക്കലും എല്ലാം വീക്ഷിച്ച് ഒപ്പിയെടുത്ത് നമുക്ക് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തരാത്ത ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ ചെയ്തിട്ട് സ്വഹാബികൾ അത് പറഞ്ഞു തരാത്തതായി ഒന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനൊരു അമൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരാളും എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ ചൊല്ലി പറയേണ്ടതില്ല, അത് മനസ്സിലും പറയേണ്ടതില്ല. ചില ആൾക്കാർ ചൊല്ലി പറയാതെ മനസ്സിൽ ഇങ്ങനെ ആ കാര്യം ചിന്തിക്കും. അതിൻ്റെ ആവശ്യമില്ല. നാളെ നോമ്പെടുക്കണം നീ ചിന്തിക്കുക, അതാണ് നിന്റെ നിയ്യത്ത് എന്ന് പറയും. നീ അത്താഴത്തിന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് നോമ്പെടുക്കാനല്ലാതെ മറ്റെന്തിനാണ്? അപ്പം അതേ ഇതിന് ആവശ്യമുള്ളൂ, അത് പ്രയാസമുള്ള ഒരു കാര്യമല്ല. അത് സഹോദരങ്ങളെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ലാ സിയാമ ലിമൻ ലം യുജ്മി ഖബ്ല അൽ ഫജ്ർ. ഫജ്റിന് മുമ്പ് ഒരാൾ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ അവൻ നോമ്പില്ല എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫജ്റിന് മുമ്പ് എന്ത് ചെയ്യണം? അവന് നോമ്പെടുക്കണം എന്നുള്ള ചിന്ത അതുണ്ടാകും. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടോ? വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. എപ്പോൾ ഉണ്ടാവാം? ഒരാൾ രാത്രി ഇങ്ങനെ വിചാരിക്കാം, ഞാൻ നാളെ യാത്ര പോകണം, നാളെ നോമ്പെടുക്കുന്നില്ല. അപ്പോൾ അതാണ് അയാളുടെ നിയ്യത്ത്. നേരെ എതിര് തീരുമാനിച്ചു, ഞാൻ നാളെ നോമ്പെടുക്കുന്നില്ല, രാവിലെ എണീച്ചിട്ട് 5 മണിൻ്റെ ട്രെയിനിന് പോകണം എന്നൊരാൾ തീരുമാനിക്കാം. അങ്ങനെ അയാൾ കിടന്ന് എണീറ്റപ്പോൾ 5:30, ഫജർ വാങ്ങി ചിലപ്പോൾ 5 മണിക്കാന്ന് വിചാരിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എണീറ്റപ്പോൾ 5:30, അപ്പോൾ അയാൾ ട്രെയിൻ മിസ്സായി, ഇനി ഏതായാലും ഇന്ന് യാത്രയില്ല, നോമ്പെടുക്കാം എന്ന് വിചാരിച്ചാൽ കഴിയില്ല. കാരണം അയാൾ നാളെ നോമ്പെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആളാണ്. ഫജറിന്റെ സമയം കഴിയുകയും ചെയ്തു. അയാൾക്ക് അന്നേ ദിവസം ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയും. ഈ ദിവസം അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ഖളാ വീട്ടേണ്ടി വരും. ഇങ്ങനെയൊക്കെ നിയ്യത്തില്ലാതെ ഒരാൾ ഫജറിന് ശേഷം പ്രവേശിക്കാൻ സാധ്യതയുള്ളത്. മനഃപൂർവ്വം നാളെ നോമ്പ് എടുക്കുന്നില്ല എന്നൊരാൾ തീരുമാനിക്കണം. അതല്ലെങ്കിൽ നോമ്പ് അറിയാതെ ഒരാൾ രാത്രി കിടന്നുറങ്ങി, മാസം കണ്ടോന്നും അറിയില്ല, അല്ലെ ഏഷാശം ഇങ്ങനെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഫജറിന് മഗ്‌രിബിന് ശേഷം കിടന്നുറങ്ങി, ഫജറിന് ശേഷമാണ് എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു, ഇന്നലെ മാസം കണ്ടിട്ട് ഇന്ന് റമളാനായി, ഇയാളാണെങ്കിൽ നിയ്യത്ത് വെച്ചിട്ടില്ല, പകലിലേക്ക് പ്രവേശിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? പറ്റൂല, ആൾക്കാർ നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഒരാൾക്ക് നിയ്യത്തില്ലാതെ പകലിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥ വരികയുള്ളൂ. അതല്ലെങ്കിൽ ഓരോ മുസ്ലിമും രാത്രി എന്ത് ചെയ്യും? നാളെ നോമ്പെടുക്കണം എന്നുള്ള ചിന്തയിലാണുള്ളത്.